യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മകനായും ലോഗോസ് ബൈബിൾ ക്വിസ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 18 മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. ശിഷ്യരോട്, ബി. അപ്പസ്തോലന്മാരോട്, സി. നിയമജ്ഞരോട്. ഉത്തരം ഓപ്ഷൻ എ, ശിഷ്യരോട്. ആർക്കെതിരെ തനിക്ക് നീതി നടത്തിത്തരണമേ എന്നാണ് വിധവ നീതിരഹിതനായ ന്യായാധിപനോട് അപേക്ഷിക്കുന്നത്? ഓപ്ഷൻസ്: എ. ശത്രുവിനെതിരെ, ബി. തന്നെ പീഡിപ്പിക്കുന്നവർക്കെതിരെ, സി. എതിരാളിക്കെതിരെ. ഉത്തരം ഓപ്ഷൻ സി, എതിരാളിക്കെതിരെ. നീതിരഹിതനായ ന്യായാധിപൻ എവിടെയാണ് ജീവിച്ചിരുന്നത്? ഓപ്ഷൻസ്: എ. ഒരു നഗരത്തിൽ, ബി. സമരിയായിൽ, സി. ഒരു പട്ടണത്തിൽ. ഉത്തരം ഓപ്ഷൻ സി, ഒരു പട്ടണത്തിൽ. നീതിരഹിതനായ ന്യായാധിപൻ ഒരു പട്ടണത്തിലാണ് ജീവിച്ചിരുന്നത്. എപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് യേശു ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ. ദൈവരാജ്യം വരുമ്പോൾ, ബി. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ, സി. മനുഷ്യപുത്രൻ വരുമ്പോൾ. ഉത്തരം ഓപ്ഷൻ സി, മനുഷ്യപുത്രൻ വരുമ്പോൾ. താഴെ പറയുന്നവയിൽ ഫരിസേയൻ പറയാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ. ഞാൻ അക്രമികളും നീതിരഹിതരും അസന്മാർഗികളുമായ മനുഷ്യരെ പോലെയല്ല, ബി. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, സി. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ, ഞാൻ അക്രമികളും നീതിരഹിതരും അസന്മാർഗികളുമായ മനുഷ്യരെ പോലെയല്ല. ചുങ്കക്കാരൻ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: എ. ദേവാലയത്തിൻ്റെ പിറകിൽ നിന്ന്, ബി. വാതിലിനടുത്ത് നിന്ന്, സി. ദൂരെ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി, ദൂരെ നിന്ന്. ചുങ്കക്കാരൻ എവിടേക്ക് കണ്ണുകൾ ഉയർത്താനാണ് ധൈര്യപ്പെടാതിരുന്നത്? ഓപ്ഷൻസ്: എ. സ്വർഗത്തിലേക്ക്, ബി. ദേവാലയത്തിലേക്ക്, സി. കർത്താവിങ്കലേക്ക്. ഉത്തരം ഓപ്ഷൻ എ, സ്വർഗത്തിലേക്ക്. ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താനാണ് ധൈര്യപ്പെടാതിരുന്നത്. ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: എ. കർത്താവേ, പാപിയായി എന്നിൽ കനിയണമേ, ബി. ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ, സി. ദൈവമായ കർത്താവേ, എന്നിൽ കനിയണമേ. ഉത്തരം ഓപ്ഷൻ ബി, ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ. ദൈവമേ, പാപിയായി എന്നിൽ കനിയണമേ എന്നാണ് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്. ന്യായാധിപനും വിധവയും എന്ന ഉപമ യേശു എന്തിനാണ് ശിഷ്യരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ, ബി. തന്നോട് യാചിക്കുന്നവർക്ക് നീതി ലഭിക്കുമെന്ന് കാണിക്കാൻ, സി. ദൈവം നീതി നടത്തി കൊടുക്കുമെന്ന് കാണിക്കാൻ. ഉത്തരം ഓപ്ഷൻ എ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ. രാവും പകലും ദൈവത്തെ വിളിച്ച് കരയുന്നവർ ആരാണ്? ഓപ്ഷൻസ്: എ. ദൈവജനം, ബി. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ, സി. അനാഥരും വിധവകളും. ഉത്തരം ഓപ്ഷൻ ബി, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ. ചുങ്കക്കാരൻ, ബി. ഫരിസേയൻ, സി. ഫരിസേയനും ചുങ്കക്കാരനും. ഉത്തരം ഓപ്ഷൻ ബി, ഫരിസേയൻ. എന്തെന്നാൽ തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. അധ്യായവും വാക്യവും ഏതാണ്? ഓപ്ഷൻസ്: എ. ലൂക്ക 18:14, ബി. ലൂക്ക 18:15, സി. ലൂക്ക 19:14. ഉത്തരം ഓപ്ഷൻ എ, ലൂക്ക 18:14. ഓപ്ഷൻ എ, ലൂക്ക 18:14. ശിശുക്കളെ എന്തിനാണ് അവർ അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്? ഓപ്ഷൻസ്: എ. അവൻ കൈകൾ വെച്ച് ആശീർവദിക്കേണ്ടതിന്, ബി. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്, സി. അവൻ്റെ അനുഗ്രഹത്തിന്. ഉത്തരം ഓപ്ഷൻ ബി, അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന്. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് അവർ ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ അവരെ ശകാരിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ. ജനക്കൂട്ടം, ബി. പത്രോസ്, സി. അവൻ്റെ ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ സി, അവൻ്റെ ശിഷ്യന്മാർ. ശിശുക്കളെ കൊണ്ടുവന്നപ്പോൾ അവരെ ശകാരിച്ചത് അവൻ്റെ ശിഷ്യന്മാരാണ്. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിനെന്ന് യേശു എങ്ങനെയാണ് അവരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ. അവരെ നോക്കിക്കൊണ്ട്, ബി. ശിഷ്യന്മാരെ ശകാരിച്ചുകൊണ്ട്, സി. യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട്. ഉത്തരം ഓപ്ഷൻ സി, യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട്. യേശു അവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട്. ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തത്? ഓപ്ഷൻസ്: എ. ധനികൻ,
ബി ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും, സി അനുതപിക്കാത്തവർ. ഉത്തരം ഓപ്ഷൻ ബി, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും. ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ നിയമജ്ഞൻ, ബി ഒരു ധനികൻ, സി ഒരു അധികാരി. ഉത്തരം ഓപ്ഷൻ സി, ഒരു അധികാരി. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് യേശു ആരോടാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച അധികാരിയോട്. ബി ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച നിയമജ്ഞനോട്. സി ഫരിസേയനോട്. ഉത്തരം ഓപ്ഷൻ എ, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച അധികാരിയോട്. ലൂക്ക 18:20 എത്ര പ്രമാണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ 4 പ്രമാണങ്ങൾ, ബി 5 പ്രമാണങ്ങൾ, സി 6 പ്രമാണങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, 5 പ്രമാണങ്ങൾ. 5 പ്രമാണങ്ങളാണ് ലൂക്ക 18:20 പരാമർശിക്കപ്പെടുന്നത്. ലൂക്ക 18:20 പരാമർശിക്കാത്ത പ്രമാണം ഏതാണ്? ഓപ്ഷൻസ്: എ വ്യഭിചാരം ചെയ്യരുത്, ബി കൊല്ലരുത്, സി കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഉത്തരം ഓപ്ഷൻ സി, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ലൂക്ക 18:20 നാലാമതായി പറയുന്ന പ്രമാണം ഏതാണ്? ഓപ്ഷൻസ്: എ കൊല്ലരുത്, ബി കള്ളസാക്ഷ്യം നൽകരുത്, സി പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഉത്തരം ഓപ്ഷൻ ബി, കള്ളസാക്ഷ്യം നൽകരുത്. കള്ളസാക്ഷ്യം നൽകരുത്. ഇത് കേട്ടപ്പോൾ അധികാരി വളരെ വ്യസനിക്കാൻ കാരണം എന്താണ്? ഓപ്ഷൻസ്: എ അവൻ വലിയ ധനികനായിരുന്നു, ബി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദുഷ്കരമായതുകൊണ്ട്, സി സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരമെന്ന് യേശു പറഞ്ഞതിനാൽ. ഉത്തരം ഓപ്ഷൻ എ, അവൻ വലിയ ധനികനായിരുന്നു. അധ്യായവും വാക്യവും എഴുതുക. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഓപ്ഷൻസ്: എ ലൂക്ക 18:26, ബി ലൂക്ക 18:27, സി ലൂക്ക 19:27. ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക 19:27. ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് യേശു പറയുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: എ അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചവരോട്, ബി ധനികരോട്, സി ശിഷ്യരോട്. ഉത്തരം ഓപ്ഷൻ എ, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചവരോട്. ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് യേശുവിനോട് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ പത്രോസും യോഹന്നാനും, ബി ശിഷ്യന്മാർ, സി പത്രോസ്. ഉത്തരം ഓപ്ഷൻ സി, പത്രോസ്. ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവർക്ക് എപ്പോഴാണ് നിത്യജീവൻ ലഭിക്കുന്നത്? ഓപ്ഷൻസ്: എ വരാനിരിക്കുന്ന കാലത്ത്, ബി ദൈവരാജ്യം പ്രത്യക്ഷമാകുമ്പോൾ, സി ദൈവരാജ്യം വരുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ, വരാനിരിക്കുന്ന കാലത്ത്. പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം അധ്യായവും വാക്യങ്ങളും ഏതാണ്? ഓപ്ഷൻസ്: എ ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, ബി ലൂക്ക 18-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ, സി ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ, ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പീഡാനുഭവവും ഉത്ഥാനവും മൂന്നാം പ്രവചനം യേശു ആരോട് എങ്ങനെയാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരോട് ഉച്ചത്തിൽ, ബി 12 പേരോടും അവരെ അടുത്ത് വിളിച്ച്, സി ശിഷ്യന്മാരോട് അവരെ അടുത്ത് വിളിച്ച്. ഉത്തരം ഓപ്ഷൻ ബി, 12 പേരോടും അവരെ അടുത്ത് വിളിച്ച്. ആരാണ് വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി മനുഷ്യപുത്രൻ, സി അപ്പസ്തോലന്മാർ. ഉത്തരം ഓപ്ഷൻ ബി, മനുഷ്യപുത്രൻ. മനുഷ്യപുത്രനോട് വിജാതിയർ എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഓപ്ഷൻസ്: എ 4 കാര്യങ്ങൾ, ബി 5 കാര്യങ്ങൾ, സി 6 കാര്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി, 5 കാര്യങ്ങൾ. മനുഷ്യപുത്രനോട് നാലാമതായി വിജാതിയർ ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ വധിക്കും, ബി അവൻ്റെ മേൽ തുപ്പും, സി അവനെ പ്രഹരിക്കും. ഉത്തരം ഓപ്ഷൻ സി, അവനെ പ്രഹരിക്കും.
താഴെ പറയുന്നവയിൽ മനുഷ്യപുത്രനോട് വിജാതീയർ ചെയ്യാത്തത് എന്താണ്? ഓപ്ഷൻസ്: എ പീഡിപ്പിക്കും, ബി പ്രഹരിക്കും, സി അപമാനിക്കും. ഉത്തരം ഓപ്ഷൻ എ പീഡിപ്പിക്കും. പീഡാനുഭവവും ഉത്ഥാനത്തെയും കുറിച്ചുള്ള പ്രവചനങ്ങളൊന്നും എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ ഗ്രഹിക്കാതിരുന്നത്? ഓപ്ഷൻസ്: എ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു, ബി ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്ക് മനസ്സിലായില്ല, സി ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവർ ഗ്രഹിച്ചില്ല. ഉത്തരം ഓപ്ഷൻ എ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. ഒരു കുരുടൻ എവിടെയാണ് ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത്? ഓപ്ഷൻസ്: എ ജെറീക്കോയ്ക്ക് സമീപം, ബി വഴിയരികിൽ, സി ജെറുസലേമിലേക്കുള്ള വഴിയരികിൽ. ഉത്തരം ഓപ്ഷൻ ബി വഴിയരികിൽ. എപ്പോഴാണ് ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് യേശു കണ്ടത്? ഓപ്ഷൻസ്: എ ജെറീക്കോയെ സമീപിച്ചപ്പോൾ, ബി ജെറുസലേമിനെ സമീപിച്ചപ്പോൾ, സി ജെറീക്കോയിൽ പ്രവേശിച്ചപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ ജെറീക്കോയെ സമീപിച്ചപ്പോൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 6-ാമത്തെ ശീർഷകം ഏതാണ്? ഓപ്ഷൻസ്: എ പീഡാനുഭവവും ഉത്ഥാനവും 3-ാം പ്രവചനം, ബി ധനികനായ മനുഷ്യൻ, സി അന്ധന് കാഴ്ച നൽകുന്നു. ഉത്തരം ഓപ്ഷൻ സി അന്ധന് കാഴ്ച നൽകുന്നു. അന്ധന് കാഴ്ച നൽകുന്നു. വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന കുരുടൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചത് എപ്പോഴാണ്? ഓപ്ഷൻസ്: എ ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ടപ്പോൾ, ബി ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ടപ്പോൾ, സി ജനക്കൂട്ടം ആർത്ത് വിളിക്കുന്നത് കേട്ടപ്പോൾ. ഉത്തരം ഓപ്ഷൻ എ ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ടപ്പോൾ. നസ്രായനായ യേശു കടന്നു പോകുന്നുവെന്ന് ജനക്കൂട്ടം കുരുടനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ, ബി ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ, സി ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ഉത്തരം ഓപ്ഷൻ ബി ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ. കുരുടനായ യാചകനെ ശകാരിച്ചതാരാണ്? ഓപ്ഷൻസ്: എ മുംബൈ പോയിക്കൊണ്ടിരുന്നവർ, ബി ശിഷ്യന്മാർ, സി യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്നവർ. ഉത്തരം ഓപ്ഷൻ എ മുംബൈ പോയിക്കൊണ്ടിരുന്നവർ. ഓപ്ഷൻ എ മുംബൈ പോയിക്കൊണ്ടിരുന്നവർ. തൻ്റെ അടുത്തേക്ക് ആരെ കൊണ്ടുവരുവാനാണ് യേശു കൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ കുരുടനായ യാചകനെ, ബി പിശാച് ബാധിച്ച ബാലനെ, സി ശിശുക്കളെ. ഉത്തരം ഓപ്ഷൻ എ കുരുടനായ യാചകനെ. തൻ്റെ അടുത്തേക്ക് കുരുടനായ യാചകനെ കൊണ്ടുവരുവാനാണ് യേശു കൽപ്പിച്ചത്. കുരുടനായ യാചകനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ എങ്ങനെയാണ് യേശു കൽപ്പിച്ചത്? ഓപ്ഷൻസ്: എ ഉച്ചത്തിൽ, ബി അവനെ നോക്കി, സി യേശു അവിടെ നിന്നു. ഉത്തരം ഓപ്ഷൻ സി യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നുകൊണ്ടാണ് കുരുടനായ യാചകനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് യേശു ചോദിച്ചപ്പോൾ കുരുടനായ യാചകൻ പറഞ്ഞ മറുപടി എന്താണ്? ഓപ്ഷൻസ്: എ കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം, ബി കർത്താവെ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം, സി ഗുരോ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഉത്തരം ഓപ്ഷൻ സി ഗുരോ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഗുരോ എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു എന്തു പറഞ്ഞപ്പോഴാണ് കുരുടന് കാഴ്ച ലഭിച്ചത്? ഓപ്ഷൻസ്: എ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ബി നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, സി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഉത്തരം ഓപ്ഷൻ എ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാഴ്ച വീണ്ടും കിട്ടിയ കുരുടൻ എങ്ങനെയാണ് യേശുവിൻ്റെ പിന്നാലെ പോയത്? ഓപ്ഷൻസ്: എ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ബി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, സി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. കുരുടന് കാഴ്ച ലഭിച്ചത് കണ്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? ഓപ്ഷൻസ്: എ ദൈവത്തെ മഹത്വപ്പെടുത്തി, ബി ദൈവത്തെ സ്തുതിച്ചു, സി കർത്താവിനെ മഹത്വപ്പെടുത്തി. ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തെ സ്തുതിച്ചു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ 5 ചോദ്യങ്ങൾ, ബി 6 ചോദ്യങ്ങൾ, സി 4 ചോദ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 5 ചോദ്യങ്ങൾ. ഈ അധ്യായത്തിൽ ആകെ 7 ചോദ്യങ്ങളുണ്ട്. അതിൽ 5 ചോദ്യങ്ങൾ യേശു ചോദിക്കുന്നതാണ്. ലൂക്ക 18:20 തുല്യമായ പഴയ നിയമ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം പുറപ്പാട് 20-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ,
നിയമാവർത്തനം 5-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പ്രമാണങ്ങളെക്കുറിച്ചാണ് ഈ വചനങ്ങളിൽ പറയുന്നത്. ലൂക്ക 18:20 തുല്യമായ പുതിയ നിയമഭാഗം ഏതാണ്? ഉത്തരം റോമ 13:9. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 43 വാക്യങ്ങൾ, ബി 44 വാക്യങ്ങൾ, സി 45 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ 43 വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 5 ശീർഷകങ്ങൾ, ബി 6 ശീർഷകങ്ങൾ, സി 7 ശീർഷകങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി 6 ശീർഷകങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 6 ശീർഷകങ്ങളാണുള്ളത്. യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.